ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞ് നയനയുടെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, ആദർശിനോടും ഉണ്ട് കേട്ടോ. പക്ഷേ ആദർശിനോടുള്ള സ്നേഹം പുറത്ത് കാണിക്കുന്നൊന്നുമില്ല നവ്യ. അതുപോലെ ആദർശും നവ്യയെ സംശയിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട് നവ്യയോട് അഭിനയമാണെന്നും അതുപോലെ കൊണ്ടുകൊടുത്ത ഫ്രൂട്ട്സിലൊക്കെ വല്ല വിഷം ഉണ്ടായിരിക്കും, അതുകൊണ്ട് കഴിക്കേണ്ടെന്നും ഒക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ടേ. എന്നാൽ നാഗേന്ദ്രൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് നന്ദുവും ആദർശവും ഒക്കെ. അങ്ങനെ നന്ദുവൊക്കെ ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പം അതിലൊരാളെ കണ്ടെത്തുകയാണ്, ആ റൂമിലേക്ക് കയറി പോകുന്ന ആളെ. പക്ഷെ അത് വ്യക്തത കുറവാണ്, പക്ഷേങ്കിൽ ആളെ മനസ്സിലാവുന്നുമില്ല. എന്നിട്ട് ഇമേജ് ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സേവിയറിൻ്റെ കൊടുത്ത് ഇമേജ് എടുത്തു കഴിയുമ്പം ഏകദേശം ഒരു നാഗേന്ദ്രൻ്റെ ലുക്കൊക്കെ അവർക്ക് കിട്ടും. അതിനൊക്കെ ശേഷമാണ് നാഗേന്ദ്രൻ ആരാണെന്ന് അറിയാനായിട്ട്. അപ്പം മുത്തശ്ശൻ അറിയായിരിക്കുമല്ലോ എന്നുള്ള ധാരണയിൽ ആരായിരിക്കും. അപ്പം മുത്തശ്ശനോട് പറയുന്നുണ്ട് ആദർശ്, മുത്തശ്ശ നമ്മുടെ ശത്രുവാണ്, അതാരാണെന്ന് മുത്തശ്ശനൊന്ന് നോക്കണം, മുത്തശ്ശന് പരിചയമുണ്ടോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ കൂട്ടിയിട്ട് ആദർശ് ആ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഞെട്ടിപ്പോകുന്നതാണ്. നമ്മുടെ നാഗേന്ദ്രയും അവന്തികയും അഭിയും ഒക്കെ ആ റൂമിലുണ്ട്. കൈക്കോട്ടെ മുത്തശ്ശൻ ആ നാഗേന്ദ്രയെ പിടിച്ച് കണക്കിന് കൊടുക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഇടയിൽ കിടന്ന് ചെകുത്താനും കടലിനും ഇടയിൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് നവ്യയുടെ അവസ്ഥ. സത്യങ്ങളൊക്കെ അങ്ങ് വെട്ടി തുറന്ന് പറയാൻ നവ്യക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഭി എന്ന് പറയുന്ന ആ ചെന്നായെ പൊളിച്ചെടുക്കാൻ പറ്റുകയില്ലെന്ന് നവിക്കറിയാം. കാരണം ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള കള്ളത്തരങ്ങൾ, യഥാർത്ഥ സത്യം, അതായത് ഈ ജുവലറിക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ ആദർശ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങളൊക്കെ നമ്മുടെ നവ്യ കണ്ടെത്തുകയും കറക്റ്റ് ക്ലൂ ഒക്കെ ആദർശിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കള്ളത്തരം മാറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാവുകയില്ല, അഭിയും ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയല്ല, കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനും പറ്റുകയല്ലോ എന്ന് ഓർത്തിട്ടാണ് ആരും ഇതറിയാതെ നവ്യ ശ്രമിക്കുന്നത്. പക്ഷേ അതേസമയം അഭിയുടെ ചെയ്തികളും ഒക്കെ കാണുമ്പം നല്ല ദേഷ്യവും ഉണ്ട് താനും. അതുപോലെ നയനെയും ആദർശിനെയും ഒക്കെ മുത്തശ്ശനെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ നവിക്ക് നല്ല വിഷമമുണ്ട്. അവരൊക്കെ ഇപ്പോഴും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, തൻ്റെ മനസ്സിൽ എന്താണെന്ന് അവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടെ. അങ്ങനെ ഇരിക്കുമ്പം നവ്യ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവണം. ആ ജുവലറിയിലെ ഡേവിഡ്, അയാൾ ഒരു പെരുങ്കള്ളനാണ്, അയാളല്ല ശരിക്കും ജുവലറിയുടെ ഉടമസ്ഥൻ. അങ്ങനെ ഒരാളുണ്ട്, കിങ് കോബ്ര എന്ന് പറയുന്ന ആളാണ് ഈ ഡേവിഡിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡേവിഡ് അങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരായിരിക്കും ഈ കിങ് കോബ്ര? അയാൾക്ക് അനന്തപുരിക്കാരോട് എന്താണ് ഇത്ര ശത്രുത? ഒരു ബിസിനസ് ശത്രുതയൊന്നും അല്ലത്, അതിലപ്പുറം എന്തോ ഉണ്ട്. പക്ഷേ അത് അഭിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ആണ്. അഭിയെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ആദർശേട്ടനെ ചതിക്കാൻ നവ്യയും കൂട്ടു നിൽക്കുന്നുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നൊക്കെ നവ്യ ചിന്തിക്കുക. അങ്ങനെ നവ്യ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ജലജ വരികയാണേ. അപ്പോൾ ജലജയുടെ മനസ്സിൽ മുഴുവൻ ഇവിടെ ഇരിപ്പ് കണ്ടോ, ഇവൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഇരിക്കുന്നത്, ഇവള് ആ ജുവലറിയിലെ മോഡലാണെന്നുള്ള അഹങ്കാരം പോരാത്തതിന് അവൻ അവിടെ ജോലി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഇവളെ ഞാൻ കൈ കുപ്പി തൊഴുന്ന് നിൽക്കണം, എല്ലാവരുടെയും അടുത്ത് അടിമയെ പോലെ നിൽക്കേണ്ടി വരുന്ന എൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചിട്ട് എന്നൊക്കെ മനസ്സിലിങ്ങ് വിചാരിക്കുക. എന്നിട്ട് നവ്യയെ മോളെ എന്ന് പറഞ്ഞ് വരിക കേട്ടോ. അപ്പം നവ്യെ നോക്കുമ്പോൾ ജലജ എന്താ എന്ന് ചോദിക്കാം. അല്ല അഭി വന്നില്ല മോളെ ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ പറയാം, ഇല്ല അവനെതിലേക്കാണ് പോകുന്നതെന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ജലജ പറയാം, അല്ല നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, നീ ഒരു വിവരം അറിഞ്ഞോ, നയന തലകറങ്ങി വീണെന്നുള്ള കാര്യം നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയണം. കണക്കായിപ്പോയി, അങ്ങനെ തന്നെ വേണം. അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞു കൂടി ഇല്ലാതാവുകയാണെങ്കിൽ നമ്മളങ്ങ് രക്ഷപ്പെട്ടു. എന്താണെന്ന് വെച്ചാലേ ആനന്ദപുരിയിൽ നമ്മുടെ അനന്തപത്മനാഭൻ നല്ല ഏകനായിട്ട് അങ്ങ് വാഴും, ഇവിടുത്തെ കൊച്ചു രാജകുമാരനായിട്ട് അവന് വാഴാം. ഇനിയിപ്പോൾ ആദർശനും നയനയ്ക്കും ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേ ഇവിടുത്തെ ആ കിളവനും കിളവിക്കും ഒക്കെ ഉള്ള പിണക്കമൊക്കെ അങ്ങ് മാറും, അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആദർശിൻ്റെ കുഞ്ഞിനെ തറ തൊടിയിക്കല്ല. അതൊക്കെ കൂടെ ആലോചിക്കുമ്പോണ്ടല്ലോ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, അതിന് നമ്മൾ ദേഷ്യപ്പെടുന്ന എന്തിനാ, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ, അനന്തപത്മനാഭനുള്ള സ്ഥാനം അനന്തപത്മനാഭന് തന്നെ കിട്ടും. അല്ലെങ്കിലും ഇപ്പം അനന്തപത്മനാഭനും അഭിക്കുമൊക്കെ ഈ വീട്ടിൽ എന്ത് സ്ഥാനം ഉണ്ടാകുന്നത്, അതിനൊക്കെ കാരണം ഒരു പരിധി വരെ നിങ്ങളൊക്കെ തന്നെയല്ലേ, ഇനിയിപ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ടെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, ആ ചന്തുമോള് അതിനെയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുക. ആദർശന് എവിടെയോ അവിഹിതത്തിലുണ്ടായ ഒരു കൊച്ച്, ഇനി അതും ഈ കുടുംബത്തിൽ തന്നെ അങ്ങ് വാഴും. ആദർശം നയനെ ഇറങ്ങിപ്പോയിട്ടും ആ കൊച്ചിനെ കൊണ്ടുപോയിട്ടില്ല, അതിൻ്റെ അർത്ഥം അവർ തിരിച്ചു വരുമെന്ന് തന്നെയല്ലേ, അതൊരു മഹാശല്യമായിരിക്കാമെന്ന് പറയാം.
അത് കേൾക്കുമ്പോൾ നമ്മുടെ നവിക്ക് നല്ല ദേഷ്യം അങ്ങ് വരിക. നവി ചാടി എണീറ്റിട്ട് പറയാം, എന്താ പറഞ്ഞത്? ചന്തമോളും ശല്യമാണെന്ന്. നിങ്ങൾ രാവിലെ ഇതൊക്കെ ആയിട്ട് വരാതെ ആ മകനെ വിളിച്ചൊന്ന് ഉപദേശിക്കുക, അവനൊന്ന് നന്നാവട്ടെ. അവനിപ്പം അവിടെ ജ്വല്ലറി മാനേജറായി കഴിഞ്ഞപ്പോഴേക്കും അവിടെയും തരികിടയൊക്കെ കാണിക്കാൻ തുടങ്ങി. എപ്പോഴാണ് അവൻ്റെ പണി തെറിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവനോട് മാനമര്യാദയ്ക്ക് ജീവിക്കാനെങ്കിലും ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുക ദേഷ്യപ്പെട്ട്. അപ്പം ജലജ ആലോചിക്കുക, ഇവളിങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അവരുടെ കുറ്റം കേൾക്കുമ്പോൾ ഈ ഇടയായിട്ട് നവിക്ക് നല്ല സന്തോഷമൊക്കെ തോന്നുക. ഇതിപ്പോൾ ഇവർക്ക് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ജലജ ചിന്തിക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയും രേവതിയാണ് കേട്ടോ. വേണുവും രേവതിയും അവിടെ ചെന്ന് നല്ല രീതിയിൽ മുത്തശ്ശൻ്റെ ചീത്ത കേട്ടിട്ട് പോന്നിരിക്കുക. അതേസമയം കോടതിയിലാണെങ്കിൽ അനാമിക പറയുന്നുണ്ട്, ഇപ്പോൾ ഉടനെ ഒന്നും ഡിവോഴ്സ് കൊടുക്കില്ല, അത് കിട്ടേണ്ട കോമ്പൻസേഷൻ കിട്ടാതെ ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറയുന്നതും അനി ദേഷ്യപ്പെട്ട് പോരുന്നതും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വേണുവിൻ്റെ രേവതിയും അനാമികയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയാം, മോളെ നീ അത്രയും കടുംപിടുത്തമൊന്നും പിടിക്കണ്ടായിരുന്നു, കുറച്ചെങ്കിലും പണം എന്തെങ്കിലും തന്ന് അവരെ ഒഴിവാക്കുമായിരുന്നെങ്കിൽ അത് വാങ്ങി നമുക്ക് ജീവിക്കാമായിരുന്നു എന്ന് പറയാം. അപ്പം അനാമിക പറയാം, അതെങ്ങനെ? അത് വാങ്ങി ജീവിക്കാനൊന്നും പറ്റില്ല. നവീൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് കൊടുത്താൽ ഒരു കോമ്പൻസേഷനും കിട്ടിയില്ലെന്ന്. അത് തന്നെയല്ല, അവിടെ ചെന്ന മുത്തച്ഛൻ്റെ ചവിട്ട് കൊണ്ടുവന്ന് വന്നില്ലേ അച്ഛൻ, അല്ലാതെ പിന്നെ എന്താ? ഇനിയിപ്പം ഇതേ മാർഗമുള്ളൂ, എത്രയൊക്കെ ആയാലും അങ്ങ് വാശി പിടിക്കുക, കോമ്പൻസേഷൻ കിട്ടാതെ ഡിവോഴ്സ് കൊടുക്കാതിരിക്കുക. അനിയുണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് ആ നന്ദുവിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇരിക്കുക. അതിന് ഞാൻ സമ്മതിക്കുകയല്ല, കുറച്ച് നാളോടെ ഇത് നീണ്ടു പോട്ടെ എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, മോളെ ഇപ്പം ഇത് ഇത്രയൊക്കെ ആയി, കേസും കോടതിയൊക്കെ ആയിട്ട് ഒരുപാട് പണം നമുക്കും ചിലവായി, മൊത്തവും കടവാ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ മോളോട് പറയുന്നത്, ഈ വാശിയും വൈരാഗ്യമൊക്കെ തീർത്ത് എങ്ങനെയെങ്കിലും സമവായത്തിലൂടെ കുറച്ച് പണമെങ്കിലും വാങ്ങിയെടുക്കാൻ. അപ്പം അനാമിക പറയാം, അതെ നവീൻ വക്കീൽ പറഞ്ഞു തന്ന തന്ത്രമായത്, ഈ തന്ത്രം ഞാൻ അങ്ങ് പ്രയോഗിക്കും. എന്തായാലും ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ലേ, ഇനി കുറച്ച് നാളുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നിങ്ങനെ പറയാം. അങ്ങനെ അനാമിക ഉടനെ ഒന്നും ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാനായിട്ട് എങ്ങനെയെങ്കിലും അനി നോക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. അതേസമയം നമ്മുടെ അവന്തികയും അബിയും കൂടി സംസാരിക്കുന്നുണ്ട്. കൂടെ നാഗേന്ദ്രയുണ്ട്. നാഗേന്ദ്രയുടെ അടുത്ത് വെച്ചിട്ടാണ് ഇവർ 3 പേരും കൂടി സംസാരിക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, അനിയെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാനാണോ അച്ഛന് താല്പര്യം എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതേടാ അതിനെന്താ കുഴപ്പം, അനിയെ ഇവിടെ വിവാഹം കഴിച്ചാൽ കൊള്ളുകയല്ലേ, മുറപ്രകാരം അവർ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അബി പറയും, ഒരു തെറ്റുമില്ല, പക്ഷേ അനി ഇവളെ വിവാഹം കഴിക്കുമെന്ന് കണ്ടറിയണം, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാ എന്ന് പറയാണ്. അപ്പോഴേക്കും നാഗേന്ദ്ര പറയാ, നന്ദു അവൻ്റെ മനസ്സിലിരുന്നോട്ടെ, പക്ഷെ ആ വിവാഹം ഇരു വീട്ടുകാരും അംഗീകരിക്കത്തൊന്നുമില്ലല്ലോ, ഇരു വീട്ടുകാരുടെയും സമ്മതമില്ലാതെ അവർ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ അബി പറയുന്നുണ്ട്, അച്ഛാ അനി തന്നെ വേണം, അവനൊരു 2ാം വിവാഹക്കാരനല്ലേ, അനാമികയുമായിട്ടുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനി അവനെ ഇവളുടെ തലയിൽ കെട്ടിവെക്കണോ? അതുമല്ല ഇവളുമായിട്ടും അവൻ യോജിച്ചു പോകുമെന്ന് തോന്നുന്നൊന്നുമില്ല, അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അത് വിവാഹശേഷമല്ലേ, വിവാഹശേഷം എൻ്റെ മോള് അവനെ വരയെ നിർത്തിക്കോളും, അല്ലെങ്കിലും ഈ സ്വത്തും പണമൊക്കെ കൈ വരാൻ വേണ്ടി അല്ലടാ നമ്മളീ കളിക്കുന്നത്, നിനക്കിതൊന്നും അറിയില്ലേ എന്ന് പറയുമ്പോൾ അബി പറയാം, അതൊക്കെ നേരാ, ഇപ്പോൾ അവൻ കമ്പനിയുടെ MD-യാ, അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവള് വിവാഹം കഴിച്ചാൽ ഇവൾ MD-യുടെ ഭാര്യയായിട്ടിരിക്കും, മൂർത്തീസ് ജ്വല്ലറിയുടെ MD-യുടെ ഭാര്യ, സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് തൽക്കാലം എല്ലാം മാറ്റാനും പറ്റും അല്ലേ അച്ഛാന്ന് ചോദിക്കുക. അതല്ലേടാ ഞാൻ ഇവളോട് പറഞ്ഞത്, ഇനിയിപ്പം ആ നവീൻ പോയെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, ഈ അനിയെ വിവാഹം കഴിച്ചോളാൻ. അപ്പോൾ അവന്തിക്ക് പറയാണ്, ആ ഒരു കാര്യത്തിലാണ് ഞാൻ അനിയെ വിവാഹം കഴിക്കാമെന്ന് ആലോചിച്ചത്, അല്ലാതെ എനിക്ക് അയാളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, മൂർത്തീസ് ജ്വല്ലറിയുടെ MD അല്ലേ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്നൊക്കെ പേരിന് പറയാം, അവനെ കൊണ്ട് ഒരു കഴിവുമില്ല, അവൻ MD ആയ പിന്നെ മൂർത്തീസ് ജ്വല്ലറി താഴേക്കാണ് പോകുന്നത്, ഏത് നിമിഷവും മുത്തശ്ശൻ അവനെ എടുത്ത് വലിച്ചെറിയാം. പിന്നെ ആദർശ് തിരിച്ചു വരുമ്പം അവൻ ആ കസേര അങ്ങ് ഒഴിഞ്ഞു കൊടുക്കും ആദർശിന് എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാം, ആദർശ് തിരിച്ചു വന്നാലല്ലേ, ആദർശ് തിരിച്ചു വരാത്തതുപോലെ ഞാൻ അവനെ പൂട്ടും, ഇല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാനും ഞാൻ ശ്രമിക്കും. കാരണം എൻ്റെ മോള് സുഖമായിട്ട് ജീവിക്കണം, അനന്തപുരിക്കാരെ തറ പറ്റിക്കണം, അവിടെയുള്ളവരുടെ കണ്ണീര് കാണണം, അന്ന് എന്നോട് ചെയ്തതിന് എനിക്ക് പകരം വിട്ടണം. എടാ നിൻ്റെ അമ്മയുണ്ടല്ലോ ജലജ, അവൾ ഉൾപ്പെടെയുള്ളവരാ എന്നെ അന്ന് കണ്ണീര് കുടിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളെ രണ്ടിനെ ഞാൻ ഏറ്റെടുത്താലും ആനന്ദപുരിയിലുള്ളവരുടെ കണ്ണീര് കണ്ടാലും നിൻ്റെ അമ്മ ജലജയെ ഏറ്റെടുക്കാനും നമ്മുടെ കൂടെ കൂട്ടാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. അവളെ വിശ്വസിക്കാൻ കഴിയാത്തവളാ, അവളോ ആ വീട്ടിലുള്ള ഏറ്റവും വിഷം അവളാണ്, അതുകൊണ്ട് അവളെ കൂടെ കൂട്ടണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല, അതുപോലെയുള്ള ദ്രോഹങ്ങൾ അവൾ എന്നോട് ചെയ്തതെന്ന് പറയാം.
അപ്പോൾ അബി പറയാ, അയ്യോ വേണ്ടച്ചാ, അമ്മയെ കൂടെ കൂട്ടാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അമ്മ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത്രയും പണവും സ്വത്തും ഒക്കെ നമുക്കുള്ളപ്പം അമ്മ നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ശല്യമാകും. എങ്ങനെയെങ്കിലുമൊക്കെ പാര പണിത് പ്രശ്നങ്ങളുണ്ടാക്കും. അതിഭേദം അമ്മയെ നമുക്ക് കൂടെ കൂട്ടണ്ട. ഇപ്പം നിൽക്കുന്ന പോലെ തന്നെ അമ്മ അനന്തപുരി നിന്നോട്ടെ. നമ്മുടെ ഈ ബന്ധം തൽക്കാലം അമ്മയെ അറിയിക്കുകയും വേണ്ട എന്ന് പറയാം. അപ്പോൾ അവന്തികയും പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, അമ്മയെ തൽക്കാലം ഈ ബന്ധം അറിയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കൊട്ടിഘോഷിച്ചങ്ങ് നടക്കും. അച്ഛനിങ്ങനെ മറിഞ്ഞിരിക്കുന്നതൊക്കെ ഒന്നും അല്ലാതാവും എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, എല്ലാ സമയമാകുമ്പോഴേക്കും നമ്മൾ ശരിയാക്കുന്നേ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ അവരെ തറ പറ്റിക്കും എന്ന് പറയുമ്പോൾ അബിക്കും ഭയങ്കര അഭിമാനമൊക്കെ തോന്നുക. അപ്പോൾ അബി അച്ഛനോടായിട്ട് പറയാം, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ അറിയായിരിക്കുമല്ലോ ആ അനഘയുടെ കാര്യം. അനഘയുടെ കുഞ്ഞ് ചന്തു മോൾ എൻ്റെയാണെന്നുള്ള കാര്യം അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നവ്യ അന്ന് DNA ടെസ്റ്റിന് ഇവിടെ കൊണ്ടുവന്ന് സാമ്പിൾ തന്നു. ഞാനും ഡേവിഡും കൂടിയാ അത് മറച്ചത്. നിന്റെ കുഞ്ഞല്ല, ആദർശിൻ്റെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെന്ന് അവളെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ടല്ലേ നീ ഇന്ന് സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത്. അതുമാത്രമല്ല, അനഘയുടെ കുഞ്ഞാണെന്നുള്ള വിവരം എനിക്കറിയാം. അത് നിന്റെ ആയിരിക്കുമെന്ന് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയണേ. അബി പറയാ, പക്ഷേ ഇപ്പം അതൊരു പ്രശ്നമൊന്നുമല്ല. അനഘയുടെ കുഞ്ഞാണെങ്കിലും അത് ആദർശും നയനയും കൂടി അതിനെ ഏറ്റെടുത്തിരിക്കുക. ആദർശിൻ്റെ കുഞ്ഞാണെന്നാണ് അനന്തപുരിയിലുള്ളവരെല്ലാവരും വിശ്വസിക്കുന്നത്. ഇതേ ഇപ്പം നവ്യം. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അച്ഛാന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാ, ആര് പറഞ്ഞു പ്രശ്നമല്ലെന്ന്? ആ അനഘ എന്ന് പറയുന്നവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അവൾ മരിച്ചെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ലെന്ന് നമുക്ക് പറയായിരുന്നു. ആദർശിൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും എടുത്തു വയ്ക്കായിരുന്നു. പക്ഷേ അനഘ ഇപ്പോഴും ജീവശവമായിട്ട് കിടക്കുക. ഏത് നിമിഷവും അവളുടെ നാവും ശരീരവും ഒക്കെ ചലിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായ നിന്റെ ഈ കള്ളത്തരം മുഴുവൻ പൊട്ടും. അവൾ നേരെ അനന്തപുരിയിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ ഇത് വിളിച്ചു പറയും എന്ന് പറയാണ്. അപ്പോഴേക്കും അബി പറയാ, അത് നേരാ, അവളൊരു തടസ്സ. അവളെ ഇല്ലാതാക്കാൻ ഞാൻ പല പ്രാവശ്യം പല പണികളും നോക്കിയതാ. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലായിടത്തും ആ ആദർശ മുത്തശ്ശനും ഒക്കെ കാവലേർപ്പെടുത്തിയിരിക്കുക. അവളെ ഒന്ന് തൊടാൻ പോലും നമുക്ക് പറ്റുകയല്ല. പിന്നെ എങ്ങനെയാണ് അവളെ ഇല്ലാതാക്കുന്നത്? അവളും കൂടെ ഇല്ലാതായ എനിക്ക് പ്രശ്നമില്ലാതെ ജീവിക്കായിരുന്നു എന്ന് പറയുമ്പം നാഗേന്ദ്ര പറയാ, ഇത്തിരി കടന്ന കയ്യൊക്കെയാ, പക്ഷേ അവളെ ഇല്ലാതാക്കാൻ എനിക്ക് നിസ്സാരമാണ്. ആ വരട്ടെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിനക്കുണ്ടായാൽ പിന്നെ ആ അനഘയും ഉണ്ടാവുമല്ലേ ഈ ഭൂമിയിൽ. നീ സമാധാനത്തോടെ ഇരുന്നു എന്ന് പറഞ്ഞ് അബിയെ ആശ്വസിപ്പിക്കുമ്പം അബിക്ക് അങ്ങ് സന്തോഷമാവാണ്. അപ്പോൾ അബി വീണ്ടും പറയാണ് കേട്ടോ, അബിയുടെ മനസ്സിൽ കിടക്കുന്ന ആ ദുഷ്ടത മുഴുവൻ ചാടി വരും. അബി വീണ്ടും പറയാ, അച്ഛാ അതുമാത്രമല്ല, എനിക്കും ഒരു നല്ല ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നവ്യയുടെ കൂടെയുള്ള ജീവിതം അച്ഛനറിയാമല്ലോ. അവൾ എന്നെ ഒരു വിലയും തരാത്തൊരു ജീവിതമാണ്. അതുമല്ല, അവൾ എന്നെ പറ്റിച്ച് വിവാഹം കഴിച്ച, വിവാഹം നടന്നതുകൊണ്ടും ഒരു കുഞ്ഞുണ്ടായതുകൊണ്ടും അനന്തപുരിയിൽ ജീവിക്കേണ്ടത് കൊണ്ടും ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അന്ന് അവൾ കോടീശ്വരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളുടെ പുറകെ ഞാൻ നടന്നത്. അതുമാത്രമല്ല, ഇപ്പം അവൾ എനിക്കൊരു പാരയായിട്ട് വന്നിരിക്കുക. നക്കാപ്പിച്ച കാശിന് വകയില്ലാത്ത ഗോവിന്ദൻ്റെയും കനകയുടെയും മോളാണ് നവ്യ. ഈ AM ജ്വല്ലറി എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനായ എനിക്ക് അവളെ പോലെ ഒരുത്തിയെ ഭാര്യയായിട്ട് വച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ ഒരു 100 പെൺകുട്ടികൾ എനിക്ക് കിട്ടും. പിന്നെ ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ഞാൻ നേരത്തെ മുതൽ വിചാരിക്കുന്നതാ. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പം, അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കഴിയുമ്പം അതുകൂടി അങ്ങ് സാധിക്കണം. നവ്യയെ ഞാൻ ശരിക്കും ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുക. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതും എൻ്റെ മനസ്സിലുണ്ട്. നീ അവന്തികയോട് ചോദിച്ചു നോക്ക്. അവന്തികയോട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ മോനൊരു നല്ല ജീവിതം ഉണ്ടാവണം, അതിനുവേണ്ടി നവ്യയെ ഒഴിവാക്കണം എന്ന്. എല്ലാ പ്രശ്നവും ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടെ മോനെ, നമ്മൾ ഇതെല്ലാം സാധിച്ചെടുക്കുമെന്ന് നാഗേന്ദ്ര പറയുമ്പം അവന്തികയും പറയാ, ശരിയാ, നവ്യ അഭിയേട്ടൻ്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കുന്ന നല്ലത്. അല്ലേലും അവളെ ഒരു നാത്തൂനായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഇപ്പം ഗതികേട് കൊണ്ട് ഞാൻ സഹിച്ച് നിൽക്കുക. പക്ഷെ ചില സമയമുണ്ടല്ലോ, നവ്യ എന്നെ കയറി അങ്ങ് ഭരിക്കാൻ വരും. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കോളിംഗ് ബെല്ലടിക്കുകയാണ്. അത് നമ്മുടെ ഡേവിഡാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിക്കുമ്പോഴേ ഡേവിഡ് വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ചെന്ന് അവന്തിക വാതിൽ ഓർക്കുകയാണ്. അപ്പോൾ വാതിൽ ഓർക്കുമ്പോൾ ഡേവിഡാണ്. ആ വരൂ ഡേവിഡ് സാർ എന്നൊക്കെ പറയുക. അങ്ങനെ ഡേവിഡ് അകത്തേക്ക് കയറി വരികയാണ്. അപ്പം നാഗേന്ദ്രയോട് പറയുക, ആഹാ, ഇപ്പം അച്ഛനും മക്കളും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏത് സമയവും അച്ഛനും മക്കളും ഒന്നിച്ചാണല്ലോ. അബിസാറ് AM ജ്വല്ലറിയിലെ മാനേജറാണെങ്കിലും ഇപ്പം എപ്പോഴും അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെയാണല്ലോ എന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുക. അപ്പോഴേക്കും നാഗേന്ദ്ര പറയുക, ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ എൻ്റെ മക്കളെ എന്നെ തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ വന്നത്. തനിക്കറിയാവോ ഡേവിഡേ, ഞാൻ എത്ര നാൾ ഇവരെ മിസ് ചെയ്തെന്ന്. ഇവരെ ഒന്ന് കാണാൻ പോലും എന്നെ ആരും അനുവദിച്ചിരുന്നില്ല.
ജലജയുണ്ടല്ലോ, അവൾ അച്ഛൻ ആരാണെന്ന് പോലും ഇവരെ കാണിച്ചു കൊടുത്തിരുന്നില്ല. അങ്ങനെ ഈ നാഗേന്ദ്ര ഒരുപാട് അനുഭവിച്ച ഇനിയിപ്പോൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇവൻ അവിടെ മാനേജറായിട്ട് ഇരുന്നില്ലെങ്കിലും കുറച്ച് സമയം ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. എന്നിട്ട് നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട്, എടോ ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? നമ്മുടെ ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറി പൊട്ടിക്കുകയല്ലേ? കഴിഞ്ഞ വിഷുവിന് സെയിലിൻ്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് നമ്മൾ മുന്നിലേക്ക് കയറിയതാ. ഇനിയും ഇപ്പോൾ അതുപോലെ ഒന്ന് പ്രതീക്ഷിക്കാൻ മേലെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, പിന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കല്ലേ. ആ മാളവികയുണ്ടല്ലോ, അവൾ നല്ലൊരു ഡിസൈനറാണ്. അവൾ അടിപൊളി കുറേ ഡിസൈൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ ആക്കി ആ ഡിസൈൻ മാളവിക കളക്ഷൻസ് എന്ന പേരിലങ്ങ് ഇറങ്ങുമ്പം നമുക്ക് സെയിൽ ഇരട്ടിയാവും. അതോടുകൂടി തന്നെ ആ മൂർത്തീസ് ജ്വല്ലറിയുടെ കാര്യം പോവുകയും ചെയ്യും. മൂർത്തീസ് ജ്വല്ലറി എന്നൊരു പേരും നയനാസ് കളക്ഷൻസ് എന്നുള്ള പേരും ഒക്കെ ഇല്ലാതങ്ങ് ആവും എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ചിരിക്കുകയാണ്. അപ്പോഴേക്കും നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട്, എടോ ആ ഡയമണ്ട്സിൻ്റെ കാര്യം എന്തായി? നമ്മൾ ചക്കാത്തിന് കുറേ ഡയമണ്ട്സ് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇനി വിറ്റഴിക്കണം. ആരും അറിയാതെ കോടികളാണ് നമുക്ക് ലാഭം ഉണ്ടാകാൻ പോകുന്നത്. അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്ര പറയാം, അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാളവികയെ കൊണ്ട് ഡിസൈനുകളൊക്കെ തയ്യാറാക്കിച്ചിട്ടുണ്ട്. ഇനി അത് ഓർണമെൻറ്റ്സ് ആക്കി ഉണ്ടാക്കാനായിട്ട് പണിക്കാരെ ഏൽപ്പിച്ചിരിക്കുക. അതിങ്ങ് ഓർണമെൻറ്റ്സ് ആയിട്ട് വന്നു കഴിയുമ്പം അതൊരു അടിപൊളി കിടുക്കൻ ലുക്ക് ഡിസൈൻസ് ആണെന്നേ. അതെല്ലാം കൂടെ സെയിലായി കഴിഞ്ഞാൽ നമുക്ക് കോടികളല്ലേ സാറേ ലാഭം വരാൻ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, വളരെ രഹസ്യമായിട്ട് വേണം. ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ഒക്കെയാണ്. അത് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞാൽ സെർച്ചും അതുപോലെ തന്നെ റെയ്ഡും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ പൊട്ടിയ പാളീസാവും. നാട്ടുകാരുടെയും അതുപോലെ മാധ്യമങ്ങളുടെയും മുമ്പിൽ നമ്മൾ കള്ളന്മാരാവും. മാത്രമല്ല ഞാനും താനും ഒക്കെ അകത്ത് കിടക്കേണ്ടിയും വരും. അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വേണമെന്ന് പറയാം. അപ്പോൾ അഭിയും പറയാം, ശരിയാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാര്യങ്ങളൊക്കെ. അല്ലച്ചാ ഞാനും ഉണ്ടല്ലോ, എനിക്ക് കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഒന്നുമില്ലെങ്കിലും മൂർത്തീസ് ജ്വല്ലറി വഴി കുറച്ച് കള്ള സ്വർണ്ണമൊക്കെ ഓർണമെൻറ്റ്സ് ആക്കി വിറ്റിരുന്നതാണ് ഞാൻ. അത് ആദർശ് കയ്യോടെ പിടിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അവിടുന്ന് തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതിനെന്ന് പറയണം. അങ്ങനെ ഇവർ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ നാഗേന്ദ്രയുടെ ആ ഒരു CCTV വിഷ്വൽ എയുടെ സഹായത്തോടു കൂടി പിക്ചറാക്കി എടുത്തിരിക്കുകയാണ് സേവിയർ. അങ്ങനെ ഏകദേശം ഒരു നാഗേന്ദ്രയുടെ ലുക്കുള്ള ഒരു പിക്ചർ കിട്ടി. അത് ആദർശിനെ കൊണ്ട് കാണിക്കുന്നുണ്ട് നന്ദു. അങ്ങനെ നന്ദുവും ആദർശും നയനയും കൂടി ഈ പിക്ചർ നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടൻ എവിടെയെങ്കിലും ഇയാളെ പരിചയമുണ്ടോ? ഇയാളാണ് ആ AM ജ്വല്ലറിയുടെ ഓണർ, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരുന്ന് ഈ കളികളൊക്കെ കളിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് നന്ദു പറയുക. അപ്പോൾ ആദർശ് ഈ പടമൊക്കെ നോക്കിയിട്ട് പറയാണ്, അത് എനിക്കിത് കണ്ടിട്ട് അത്ര പിടികിട്ടുന്നില്ല, പക്ഷേ എന്തോ ഇവർക്ക് കണക്ഷൻ ഉണ്ട് മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടുമായിട്ട് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതപ്പം ആദർശേട്ടാ അങ്ങനെയുണ്ടെങ്കിൽ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഈ പടം കാണിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. ഈ പിക്ചറിൽ കാണുന്ന ആളെ മൂർത്തീസ് ജ്വല്ലറിയോട് ഇത്രയും ശത്രുതയും അല്ലെങ്കിൽ അനന്തപുരി തറവാടിനോട് ഇത്രയും ശത്രുതയൊക്കെ വരുന്ന ഇയാൾ മുത്തശ്ശൻ അറിയാവുന്ന ആളായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മുത്തശ്ശൻ അറിയായിരിക്കും. മുത്തശ്ശൻ ഈ പിക്ചർ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്തണം. ഇനിയിപ്പം നമ്മൾ വിചാരിച്ചിട്ട് ഈ കളികൾ അങ്ങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശനെ അങ്ങ് കളത്തിലിറക്കും. അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നവ്യ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ ആദർശിന്. എന്താണെന്ന് വെച്ചാൽ ഈ AM ജ്വല്ലറിയുടെ ഓണർ ഈ കിങ് കോബ്ര എന്ന് പറയുന്ന ആളെ ലോഡ്ജിലുണ്ടെന്നും ആ ലോഡ്ജിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ഡേവിഡിനെ വിളിക്കുന്നതും ഒക്കെ നവ്യ കേൾക്കുന്നുണ്ട്. അപ്പം നവ്യ മനസ്സിലാക്കുകയാണ്, ഇപ്പം തന്നെ ഡേവിഡ് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇന്ന ലോഡ്ജിൽ ഇന്ന റൂമിൽ അയാളുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളെ പൊക്കാൻ പറ്റും എന്നുള്ള കാര്യം ആദർശിനെ അറിയിക്കുക. അപ്പോൾ ആദർശ് ഉടനെ നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു ദേ ഇങ്ങനെ ഒരു വിവരം വന്നിട്ടുണ്ട്, അയാൾ അവിടെ ആ ഹോട്ടൽ റൂമിലുണ്ട് എന്ന്, അവിടെ ചെന്നാൽ പൊക്കാൻ പറ്റുമെന്ന് എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, പോലീസിനൊന്നും അങ്ങോട്ട് പെർമിഷൻ ഇല്ലല്ലോ, പക്ഷേ എന്തായാലും അയാളെ പൊക്കാൻ പോകുമ്പം അയാൾ ആരാണെന്ന് അറിയാവുന്ന മുത്തശ്ശനെ കൂടെ കൂട്ടുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുമല്ലോ എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, ശരിയാ, ഞാൻ മുത്തശ്ശനെ പോയി കണ്ട് സംസാരിക്കാം, എന്നിട്ട് മുത്തശ്ശനെയും കൂട്ടി നമുക്ക് അവിടെ ചെല്ലാമെന്ന് പറയാം. ആദർശ് നേരെ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുക. ആദർശിനോട് ചോദിക്കുകയാണ്, എന്താ ആദർശേ ഇപ്പം നീ ഇപ്പം എന്നെ കാണാനായിട്ട് വന്നത്? അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയാം, അത് മുത്തശ്ശൻ്റെ ഒരു സഹായം എനിക്ക് വേണമെന്ന് പറയാം. എന്ത് സഹായം വേണ്ടത്? ഞാനിപ്പോൾ തൽക്കാലം സഹായങ്ങളൊക്കെ ചെയ്യുന്നത് നിർത്തിവെച്ചു. നീ തന്നെയല്ലേ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്തോളാന്നും സ്വയം എല്ലാം കണ്ടുപിടിച്ചോളാന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു തന്നെ സഹായിക്കേണ്ട ഗതികേട് എനിക്കെന്താണെന്ന് ചോദിക്കുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഈ സമയം വാശി പിടിക്കരുത്, കാരണം
ഞങ്ങൾ അതിൻ്റെ അന്ത്യം വരെ എത്തിയിരിക്കുകയാണ്. ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് കണ്ടെത്തണമെങ്കിൽ മുത്തശ്ശൻ കൂടി എത്തണം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ശത്രുവിനെ നീ കണ്ടെത്തിയോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ അനന്തപുരി തറവാടിനോട് വൈരാഗ്യമുള്ള ആരോ ആണ്. ആ AM ജ്വല്ലറിയുടെ MD ഡേവിഡൊന്നും അല്ല. ഡേവിഡിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കും അറിയാം. ഡേവിഡിന് AM ജ്വല്ലറിയുടെ MD ആകാനുള്ള ഒരു ഇതൊന്നും ഉള്ള ആളൊന്നും അല്ല എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇപ്പോൾ എൻ്റെ കൂടെ വരണം. അയാൾ ആ ഹോട്ടലിൽ ഇന്ന റൂമിലുണ്ട്, ആ റൂമിലേക്ക് നമുക്ക് ചെല്ലണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശൻ ആളെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ശരി, ഞാനും വരാം, നീ ആവശ്യപ്പെട്ടതല്ലേ. ഇങ്ങനൊരു അത്യം വരെ നീ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ ഒന്ന് കണ്ടെത്തണ്ടേ? ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കളെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ട് ഞാനും വരാമെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ ആദർശിൻ്റെ കൂടെ പോവാണ്. അങ്ങനെ അവർ ആ ലോഡ്ജിൽ ചെല്ലും, ആ ഹോട്ടലിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആ റൂമിലേക്ക് ചെന്ന് അവിടെ ചെന്ന് മുട്ടുകയാണ്. അപ്പോൾ റൂമിൽ ചെന്ന് മുട്ടുമ്പോഴേക്കും ഡേവിഡിൻ്റെ ചിന്ത, ഡേവിഡ് അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നാഗേന്ദ്രയുടെ ചിന്ത ഡേവിഡ് ആയിരിക്കും വന്ന് മുട്ടുന്നിന്ന. ഉടനെ തന്നെ അവന്തികയോട് പറയുന്നുണ്ട്, അവന്തിക നീ ചെന്ന് ആ ഡോറ് തുറക്ക്, ഡേവിഡ് വന്ന് മുട്ടുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ അവന്തിക സാധാരണ പോലെ ചെന്ന് ഡേവിഡ് ആണെന്ന് വിചാരിച്ച് വാതിൽ മുട്ടുമ്പോൾ തുറക്കുമ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശനും ആദർശം കൂടിയാണ് നിൽക്കുന്നത്. അവന്തിക ഞെട്ടിപ്പോവും. അവന്തിക പുറകെയോട്ടങ്ങ് വലിയാണ് മുത്തശ്ശനെ കാണുമ്പോൾ. മുത്തശ്ശനും അവന്തികയും കണ്ട് ഞെട്ടുക. അപ്പോൾ നോക്കുമ്പോൾ വേണ്ട അബി നിൽക്കുന്നു. അബി അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശനും ആദർശവും സകല കളത്തരങ്ങളും കണ്ടുപിടിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും മുത്തശ്ശൻ നാഗേന്ദ്രയെ കാണുകയാണ്. അപ്പോൾ ആദർശ് കാണിച്ചു കൊടുക്കുക, ഇതാണ് ഇയാളാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക നാഗേന്ദ്രയുടെ നേരെ മുത്തശ്ശൻ നോക്കുമ്പോൾ മുത്തശ്ശൻ ശരിക്കും ഞെട്ടിപ്പോവാം. മുത്തശ്ശൻ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവാണ്. ജലജയുടെ ഭർത്താവ് നാഗേന്ദ്ര വീട്ടിൽ നിന്ന് പുറത്താക്കിയ കള്ളൻ എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവനാണോ ഇതിൻ്റെയൊക്കെ പിറകിലെന്ന് മനസ്സിലാക്കുക. നാഗേന്ദ്രയാണെങ്കിൽ മുത്തശ്ശനെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞല്ലോ എന്നോർത്ത് മുത്തശ്ശനാണെങ്കിൽ വിട്ടുകൊടുക്കുമോ? അപ്പം തന്നെ നാഗേന്ദ്രയുടെ കുത്തിന് പിടിക്കുകയാണ്. അതേസമയം നമ്മുടെ അബി അവന്തികയും തുറച്ചൊരു നോട്ടം നോക്കുക. അബി അവന്തികയും പേടിച്ച് വിറച്ച് നിൽക്കുക. മുത്തശ്ശന് കുത്തിന് പിടിച്ച് നാഗേന്ദ്രയോട് ചോദിക്കുക, എടാ നീ ആരെന്നല്ലേ അപ്പം അനന്തപുരിയുടെ ശത്രു? നീ ആരെന്നല്ലേ AM ജ്വല്ലറിക്ക് പിറകിൽ കളിച്ചുകൊണ്ടിരുന്നത്? നീ എന്താ വിചാരിച്ചത്? നീ വിചാരിച്ചാൽ അനന്തപുരി തറവാടിനെയും ആദർശിനെയും അതുപോലെ എന്നെയും ഒക്കെ ഇല്ലാതാക്കാമെന്നാണോ? ഇതൊക്കെ നിന്റെ വെറും തോന്നലാടാന്ന് പറഞ്ഞ് കുത്തിന് പിടിക്കുന്നുണ്ട് മുത്തശ്ശൻ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്